ഔദ്യോഗികമായ പ്രകാശനമുള്ളത്. സ്വാഭാവികമായും ആ പ്രകാശനത്തിന് ശേഷം അത് പ്രദർശിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പ്രദർശിപ്പിക്കുകയാണ്. അത് കമൽഹാസൻ സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം പ്രകാശിപ്പിച്ചു. ഇപ്പോൾ ആ സ്ക്രീനിൽ അത് കാണാം. அரசியல்வாதிகள் மிகச்சிலரை, அதில் மிக முக்கியமானவர் காம்ரேட் പിണറായി വിജയൻ. ഈ മണ്ണാണ് പകരക്കാരനില്ലാത്ത മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു നേതാവിന് ജന്മം നൽകിയത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നത് കേരള ജനതയ്ക്ക് കണ്ടറിയാനുള്ള അവസരമൊരുക്കിയ നേതാവ്, പകരക്കാരനില്ലാത്ത ഒരേ ഒരു നേതാവ്, സഖാവ് പിണറായി വിജയൻ. ജന്മം കൊണ്ട് തീർത്തും സാധാരണക്കാരൻ, കർമ്മം കൊണ്ട് പ്രതിസന്ധികളെ കൂസലില്ലാതെ മറികടക്കുന്ന കേരള ജനതയുടെ ആശ്വാസവും ആവേശവുമായ നേതാവ്. ആ നേതൃപാടവം സ്വന്തം മുഷ്ടിക്കുള്ളിൽ ഒതുക്കിയത് തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ കനൽപാതയിലൂടെ ഉറച്ച മനസ്സും പതറാത്ത കാൽവയ്പുമായി ജനമനസ്സിനൊപ്പം വിശ്വാസം കൊടുത്തും നീതിയും നടത്തിയ സ്വതസിദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ്. ഇടറാത്ത പതറാത്ത നേരെയുള്ള വാക്ക്, അതാണ് സഖാവ് പിണറായി വിജയൻ. സാധാരണ പറയാറില്ലേ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടു. ആ ഒരു ധൈര്യം തന്നെയാണ് ഇതേവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, ഇനി അങ്ങോട്ടുമുള്ളത്. അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഭൂമിയിൽ കുരുത്ത സ്വപ്നങ്ങൾക്ക് ആകാശം തുറന്നു തന്ന നേതാവിന്റെ കുട്ടിക്കാലം പ്രതിസന്ധികളോട് സന്ധിയില്ലാതെ പൊരുതിയ ജീവിത സമരം തന്നെയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പച്ചപ്പണിഞ്ഞ പിണറായി ഗ്രാമത്തിൽ 1945 മെയ് 24 മുണ്ടയിൽ കോരന്റെയും ആലക്കണ്ടി കല്യാണിയുടെയും ഇളയപുത്രനായി മനുഷ്യസ്നേഹത്തിന്റെ ജ്യോതിയോടെ ഒരു ചുവന്ന സൂര്യൻ ഉദിച്ചു, പിണറായി വിജയൻ. പാർട്ടി പിറന്ന മണ്ണിൽ പിറന്ന ആ കഠിനാധ്വാനിയായ ബാലൻ അറിവിന്റെ നൂലഴകൾ സ്വരുക്കൂട്ടിയത് പിണറായി ശാരദാവിലാസം LP സ്കൂളിലും പെരളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലുമായി സഹപാഠികളോട് സ്നേഹം നെയ്തുകൊണ്ടാണ്. സ്കൂൾ ഫൈനലിന് ശേഷം ജീവിതത്തിന്റെ ഊടും പാവും തിട്ടപ്പെടുത്താൻ നെയ്ത്ത് തൊഴിലാളിയായി. പിണറായിലെ കുടിൽ വ്യവസായങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തൊഴിൽശാല എന്നതിന്റെ ഒരു ആശയമാണ് ഇന്ന് കാണുന്ന പിണറായി വീവേഴ്സ്. ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ആദ്യകാല പ്രസിഡന്റായിട്ടുള്ള ടി രവിമാഷും കൂടെ നേതൃത്വം കൊടുത്തുകൊണ്ട് അന്ന് ഒരു ഓല ഷെഡിൽ തുടങ്ങിയ നമ്മുടെ സ്ഥാപനം 1978 രജിസ്റ്റർ ചെയ്യുകയും 1980 തൊഴിലാളികളെ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റുകയും ഏകദേശം 30ഓളം ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനവും അന്ന് ഉണ്ടാക്കി. തൊഴിൽ മഹിമയുടെ പുതിയ പാഠം നെഞ്ചിൽ ചേർത്ത് പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സിന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ തികവുള്ള രാഷ്ട്രീയ ബോധത്തോടെ ചോദ്യങ്ങൾ ഏറെയുള്ള വിദ്യാർത്ഥിയായി. അതിൽ പലതിനുമുള്ള ഉത്തരം SFIയുടെ പൂർവിക സംഘടനയായ KSFിലൂടെയായിരുന്നു. ബ്രണ്ണൻ കോളേജിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുമ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അവകാശ സംരക്ഷണത്തിലേക്ക് കൂടി ആ വിദ്യാർത്ഥിയുടെ മനസ്സ് തിരിഞ്ഞു. അത് KSFന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന ഉത്തരവാദിത്വത്തിലേക്ക് പിണറായി സഖാവിനെ എത്തിച്ചു. തുടർന്ന് നിരവധി സമരമുന്നേറ്റങ്ങളിൽ ആ കൈകളിൽ ചെങ്കൊടി വിജയത്തിന്റെ സ്ഥാനമുറപ്പിച്ചു. വിജയം കൊയ്ത സമരപോരാളിയിലേക്ക് KSFന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം വന്നണിയുകയായിരുന്നു. വാക്കിലല്ല പ്രവൃത്തിയിൽ വിശ്വസിച്ച പിണറായി വിജയൻ അന്ന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി സമരം കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു.
സമരത്തെ അടിച്ചമർത്താൻ പോലീസ് മൃഗീയമായി ലാത്തിവീശി. സഖാവിനെ ഉൾപ്പെടെ വിദ്യാർത്ഥി നേതാക്കളെ അപായപ്പെടുത്താൻ പോലീസ് കണ്ണിൽ ചോരയില്ലാതെ ആക്രമിച്ചപ്പോൾ കടൽ നീന്തിയാണ് അന്ന് ആ സൂര്യൻ അണയാതിരുന്നത്. ആദ്യത്തെ CRP മർദ്ദനം നടക്കുന്നത് തലശ്ശേരിയിലാണ്. ഈ ജാഥയ്ക്ക് നേരെ നടന്ന ക്രൂരമായ മർദ്ദനം വിദ്യാർത്ഥികൾ, പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം ഓടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അന്ന് സഖാവ് തലശ്ശേരി പാർട്ടി സെക്രട്ടറി ആയിരുന്നു. സഖാവ് ഓടിയെത്തി വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു സ്ഥിതിയിൽ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുകയുണ്ടായി. 75 അടിയന്തരാവസ്ഥയെങ്കിലും 72 തന്നെ ക്രൂരമായ പീഡനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമായിരുന്നു പിണറായി. അതിനൊക്കെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് പിണറായി വിജയന്റെ നിലക്കാണ്. പിണറായിനെ അന്ന് വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നത്. യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനകാലത്തെയും പിന്നീട് ജനാധിപത്യത്തിന്റെ ഇരുണ്ട കാലത്ത് ജനപ്രതിനിധിയായിരുന്നപ്പോഴത്തെയും ജയിൽവാസം സഖാവിലെ വീര്യത്തെ കെടുത്താൻ പോന്നതായിരുന്നില്ല. ആ കനൽ രാഷ്ട്രീയ കരുത്തിന്റെ അഗ്നിയായി ഊതിക്കാച്ചിയെടുത്ത നാളുകൾ. ആയിരത്തി 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടിയ പിണറായി വിജയൻ 1967 CPM തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയായി. 1968 കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി. വിപ്ലവ സൂര്യന്റെ തേജസ് പിന്നീട് കേരളം ഇടതടവില്ലാതെ കണ്ടറിഞ്ഞത് പിണറായി വിജയൻ എന്ന തികവുള്ള നേതാവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളുടെ ശരി നടത്തിപ്പുകളിലാണ്. അന്ന് തൊട്ടേ ഒരു പിണറായി മോഡൽ ശൈലി കേരളം ആസ്വദിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു. 65 മുതൽ ഞാൻ പാർട്ടിന്റെ പ്രധാന സെക്രട്ടറി പാർപ്പുറത്ത് 8-9 കൊല്ലക്കാലം. വിജയന്റെ പ്രവർത്തനം അധികം പാർപ്പുറത്തുണ്ടായിട്ടുണ്ട്. 66 പാർട്ടി വളണ്ടിയർമാരെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പിണറായി വിജയനാണ് വളരെ നന്നായിട്ട് എല്ലാ ദിവസവും ഒരു 5:30-6 മണിക്ക് മുമ്പിൽ പാർപ്പുറം നിന്ന് എല്ലാവരും വളണ്ടിയർ പരിശീലനം നടത്തി ഏകദേശം ഒരു 10-25-30 വളണ്ടിയർമാർ പാർപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വിജയന്റെ പ്രവർത്തനം അവിടെ വളരെയധികം നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിണറായിയുടെ നേതൃത്വം കൂടി വന്നതോടുകൂടി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായിൽ വലിയ രീതിയിൽ വളർന്നു വരികയുണ്ടായി. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ സഹകരണ ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നതായിരുന്നു പിണറായി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സഹകരണ പ്രസ്ഥാനം ഉടലെടുത്തത് പിണറായിയുടെ നേതൃത്വപരമായ പങ്കിന്റെ ഭാഗമായിക്കൊണ്ടായിരുന്നു. അങ്ങനെ അടിസ്ഥാനപരമായും പിണറായിയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ ഡോക്യുമെന്ററിയാണ് ഇപ്പോൾ പ്രകാശനം ചെയ്തിരിക്കുന്നത്. അതിലെ ഭാഗങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കണ്ടത്.